ഇന്നൊരു ഐശ്വര്യമുള്ള ആളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പടത്തിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഒരു ബുള്ളറ്റ് ലവറാണ്. ധ്യാൻ ചേട്ടൻ ഒരു മെക്കാനിക്കാണ്. ധ്യാൻ ചേട്ടൻ ഒരു ആഗ്രഹം, ഒരു ബുള്ളറ്റ് വാങ്ങണം. എന്നിട്ട് ബുള്ളറ്റ് നമ്മുടെ എയറണ്ണൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എയറണ്ണൻ്റെ അടുത്തേക്ക് പോവും. നല്ല വണ്ടിയാണ്. ഹോൺ ഒഴികെ ബാക്കി എല്ലാത്തിനും സൗണ്ട് വന്നപ്പോ ഞാൻ ഷെഡിൽ കയറ്റിയിട്ടുന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലേ. കണ്ടിട്ട് പുതിയ വണ്ടിമാരുണ്ടല്ലോ. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ബുള്ളറ്റ് ശരിയാക്കാനായിട്ട് ആശാന്റെ അടുത്തേക്ക് പോവും. ആശാന്റെ നല്ല ഉക്ക് കിട്ടും. ഈ കത്തിക്കറിഞ്ഞ വണ്ടി കൊണ്ട് എന്തുണ്ടാക്കാനാ? പോയി ധ്യാൻ ചേട്ടൻ ഈഗോ ഹേട്ടായിട്ട് രാത്രി തന്നെ ബുള്ളറ്റ് പണിതിറക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പണിയാനായിട്ട് പോവും. എന്നിട്ട് ബുള്ളറ്റിൻ്റെ പാർട്സൊക്കെ കഴിക്കും. എന്നിട്ട് അകലേന്ന് ബുള്ളറ്റിനെ കണ്ട് രസിക്കും. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആ ബുള്ളറ്റ് പണിത് സെറ്റാക്കിയിട്ട് കാലത്ത് ആശാന് കാട്ടി കൊടുക്കും. നിങ്ങൾ ചോദിക്കും, ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ ഇത്ര പാർട്സ് കിട്ടിയ, പെയിന്റ് അടിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഉണങ്ങുക, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ കാര്യമില്ല, അതൊരു പേട്ടപ്പടാണ്. ഒറ്റ രാത്രി കൊണ്ട് ബുള്ളറ്റ് മോഡിഫൈ ചെയ്ത് കാട്ടി കൊടുത്ത കാരണം പഞ്ചായത്തിലുള്ള ആൾക്കാരെല്ലാവരും ബുള്ളറ്റ് മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ അടുത്തേക്ക് വരും. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് കുറച്ച് ഹോബി ഉണ്ട്. ഫുൾ ടൈം ബുള്ളറ്റ് തുടച്ചുകൊണ്ടിരിക്കും. 1.5 മണിക്കൂറായി ഇതും പതപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് ഒരു ആലോചന വരും. എന്നിട്ട് പെണ്ണ് കാണാനായിട്ട് പോവും. പക്ഷെ ആ പെണ്ണിന് ഇഷ്ടാവില്ല ഗൈസ്. പിന്നെ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും നാറ്റം അടിക്കുമ്പോ തന്നെ ഛർദിക്കാൻ വരും. ധ്യാൻ ചേട്ടാ, ആ വണ്ടി കഴുകണ സമയം കൊണ്ടൊന്ന് കുളിച്ചൂടെ, അല്ലെങ്കിൽ ഒരു സ്പ്രേ എങ്കിലും അടിച്ചൂടെ? ഒരു ദിവസം ധ്യാൻ ചേട്ടനെ വണ്ടി ഇടിക്കും. എന്നിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു നേഴ്സിനെ ധ്യാൻ ചേട്ടൻ വളയ്ക്കും. ഏട്ടായി, നമുക്കൊരു റൈഡിന് പോയാലോ? അതിനെന്താ, പോവാം. നീ എൻ്റെ കൂടെ റൈഡിന് വന്നാൽ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും. നീ എന്നെ തൊട്ടാൽ എൻ്റെ രക്തം ചൂടാകും. കമോൺ വാവേ, നമുക്കൊന്ന് പോവാം ബുള്ളറ്റിൽ റൈഡ് പോയി നമുക്കൊന്ന് വൈബാവാം. ഒരു ദിവസം ധ്യാൻ ചേട്ടൻ ബുള്ളറ്റ് എടുത്തിട്ട് ഒരു റൈഡിന് പോവും. റൈഡിന് പോകുമ്പോൾ രാത്രിയാവുമ്പോൾ ഏതാണ്ട് ഒരാൾ വന്നിട്ട് ബുള്ളറ്റുമ്പോൾ തൊടും. നീ എന്നെ ട്യൂൺ ചെയ്തല്ലേ. പിന്നെ അവൻ ആ ബുള്ളറ്റ് എടുത്തിട്ട് നൈസായിട്ട് മുങ്ങും അവിടുന്ന്. ധ്യാൻ ചേട്ടന് പിന്നെ ബുള്ളറ്റിനെ തുടയ്ക്കാനും കുളിപ്പിക്കാനും പറ്റാത്ത കാരണം ആകെ സാഡാവും ഗൈസ്. പിന്നെ ഒരു ദിവസം ധ്യാൻ ചേട്ടൻ്റെ ബുള്ളറ്റ് അടിച്ച് മാറ്റിയവന് ധ്യാൻ ചേട്ടന് കിട്ടും. അത് നമ്മുടെ എയറണ്ണൻ്റെ മോനെ ഗൈസ്. എയറണ്ണൻ്റെ മോന് ബുള്ളറ്റ് എന്ന് വെച്ച ജീവനാ. ഒരു ദിവസം നമ്മുടെ എയറണ്ണൻ്റെ മോൻ ബുള്ളറ്റിൽ എയർ തീർന്നപ്പോൾ എയറണ്ണനോട് ഇത്തിരി എയർ അടിച്ചു തരുമെന്ന് ചോദിച്ചു. അത് നമ്മുടെ എയറണ്ണന് ഇഷ്ടമായില്ല. എന്നിട്ട് ആ മണ്ണെണ്ണ എടുത്തിട്ട് ആ ബുള്ളറ്റ് അങ്ങനെ കത്തിച്ചു. എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നോട് എയർ ചോദിക്കും. കത്തട്ട അവന്റെ ബുള്ളറ്റ്. എയറണ്ണൻ ബുള്ളറ്റ് കത്തിച്ച് കളഞ്ഞ കാരണം അവനാകെ സാഡാവും ഗൈസ്. മോൻ്റെ കരച്ചിൽ സഹിക്കാൻ പറ്റാണ്ട് എയറണ്ണൻ ഈ കാര്യം ധ്യാൻ ചേട്ടനോട് പറയും. എന്നിട്ട് ധ്യാൻ ചേട്ടൻ ആ ബൈക്ക് നമ്മുടെ എയറണ്ണന് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ വേറെ ബുള്ളറ്റ് എടുക്കും. എന്നിട്ട് ചിക്കിൻ്റെ കൂടെ റൈഡിന് പോവും. അങ്ങനെ പടം കഴിഞ്ഞ്